ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉലുവയില കൊണ്ടുള്ളൊരു കറിയാണ്. വളരെ ഔഷധ ഗുണമുള്ള ഉലുവയില കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതിപ്പോൾ ഒരു പിടി ഉലുവയിലയുണ്ട്. കഴുകി ഇതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞെടുക്കാം. ഇല നല്ലതുപോലെ കഴുകി വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് നമുക്ക് ആവശ്യമില്ല. ഇത് വളരെ ഹാർഡാണ്. ഇത് വേഗാത്ത കണക്ക് കിടക്കും. ഒരു കമ്പ് പോലെ തന്നെ കിടക്കും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഈ മുകൾ വശത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം മതി. പിന്നെ ലീവ്സും എടുക്കാം. സാധാരണ നമ്മൾ ചീരയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഇടാറുണ്ട്. പക്ഷെ അത് ചീര പോലെ ഇതിൻ്റെ തണ്ട് അങ്ങ് സോഫ്റ്റായി വരില്ല. നമ്മൾ വേവിക്കുമ്പം കമ്പ് പോലെ ഇതിന് ഭയങ്കര പാടാണ്. നമുക്ക് ഇതിങ്ങനെ എപ്പോഴും വായിൽ ഇങ്ങനെ ചവച്ച് തുപ്പേണ്ടി വരും. അപ്പോൾ നമുക്കിതിൽ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം എടുത്തിട്ട് തണ്ട് കളയാം. ഇപ്പോൾ ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇല മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഹാർഡായിട്ടുള്ള തണ്ടുകളൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് ഈ ഇലകളൊന്ന് കട്ട് ചെയ്തിടാം. ഗോവയിലെ മാർക്കറ്റിലൊക്കെ ധാരാളം ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ കിട്ടും. ഇവിടുത്തെ പ്രായം ചെന്ന ഗോവൻ സ്ത്രീകളൊക്കെ അവരുടെ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് മരുന്നോ അങ്ങനെയുള്ള വളങ്ങളോ ഒന്നും ഇടാത്തതാണ്. വളരെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. വളരെയധികം നമുക്ക് ഹെൽത്തിയാണ്. വളരെ ചെറിയ പൈസയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾക്ക് 30 രൂപയൊക്കെ ഉള്ളൂ ഇത്രയും ഒരു ഇലയ്ക്കൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. കടായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറി ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കുക. സവാള ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ സവാളയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയും തക്കാളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല വെജിറ്റബിൾ ഗരം മസാലയാണ്. ഇതിൽ കൊറിയാണ്ടർ സീഡ്, കുമിൻ, ബ്ലാക്ക് പെപ്പർ, ഡ്രൈഡ് ജിഞ്ചർ, ഫെനുഗ്രീക്ക് ലീവ്സ്, ഇതിലൊക്കെ ഉലുവയുടെ ഇല ചേർന്നിട്ടുണ്ട്. ഉണക്കി പൊടിച്ച് ചേർത്തതാണെന്ന് തോന്നുന്നു. നട്ട്മെഗ് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗരം മസാലയാണ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. മസാലയുടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. മസാലയുടെ പച്ച മണമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മസാല തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ഇത് നമ്മൾ ഈ അരപ്പ് മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലോട്ട് മാറ്റാം. ജാറിലിരിക്കുന്ന അരപ്പ് കൂടി അല്പം വെള്ളം ചേർത്തൊന്ന് കലക്കി ഒഴിക്കാം. അരപ്പ് വെള്ളവുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി നല്ല സ്പൂൺ വെച്ചൊന്ന് ഇളക്കി ചേർത്ത് വളരെ തിക്കാക്കി എടുക്കാം. അരപ്പ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ഡാലുണ്ടല്ലോ, തൂർ ഡാൽ, അതിൻ്റെ ചെറുതായിട്ടുള്ളതാണ്. ഒരു കപ്പ് ഡാൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു 20 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നമുക്ക് ഈ ഒരു ഡാൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, അതായാലും മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ്സ് വേവിക്കുക. പരിപ്പ് കുറച്ച് വേവാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ്സ് കഴിഞ്ഞു.
ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നല്ല കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയില അരപ്പുമായി നല്ലതുപോലെ ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് 5 മുതൽ 8 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഉലുവയില കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കണം എന്ന് അറിയാത്തത് കൊണ്ട് പലരും ഇത് മാർക്കറ്റിൽ കണ്ടാൽ തന്നെ വാങ്ങിക്കില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമുക്ക് വളരെയധികം ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ളതാണ് ഉലുവയില. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കണം. എന്നിട്ട് ഇതുപോലെ വെക്കണം. എൻ്റെ തന്നെ റെസിപ്പി ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഒരുപാട് നല്ല റെസിപ്പികൾ മറ്റ് യൂട്യൂബിൽ വേറെയും കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതായാലും ഉലുവയില വാങ്ങിക്കുക. ഏതെങ്കിലും ഒരു റെസിപ്പി സെലക്ട് ചെയ്ത് ഉണ്ടാക്കി കഴിക്കുക. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ കൂടി നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉലുവയുടെ നല്ല കയർപ്പും ഒരു കടുപ്പുമുണ്ട്. അറിയാലോ ഉലുവയുടെ ടേസ്റ്റ്. അപ്പോൾ ആ ലീവ്സ് കൊണ്ടുള്ള കറിക്ക് ഒരു ചെറിയ കയർപ്പും കടുപ്പും ഒക്കെ ഉണ്ട്. അപ്പം അത് മാറി ഒരു സോർ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിയിലയും കൂടി ചേർത്ത് വെച്ച് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉലുവയില കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.